ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഒരു വണ്ടി ഇവിടെ ഫുള്ളായിട്ട് തന്നെ ഫൈനലായിട്ടുണ്ട് കേട്ടോ. മോഡൽ ഒരു ടൈപ്പ് 3 മോഡൽ ഇന്നോവയായിരുന്നു. കസ്റ്റമർ ഈ ഒരു വണ്ടി പണിയേക്കാളും മുമ്പ് അതിന് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് എൻ്റെ വണ്ടിക്ക് എന്ത് കളർ അടിക്കണം, അതേപോലെ തന്നെ എൻ്റെ വണ്ടിക്ക് ഏത് ടൈപ്പ് സീറ്റ് അടിക്കണം, എൻ്റെ വണ്ടിക്ക് റൂഫ് എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ മുൻകൂട്ടി തന്നെ ആലോചിച്ച് അതിനുള്ള എങ്ങനെയായിരിക്കും വണ്ടി ഇരിക്കണേന്നുള്ള ലുക്ക്, അതായത് നമ്മൾ ഈ വണ്ടി നമ്മുടെ ഗാരേജിലേക്ക് എത്തുമ്പോൾ തന്നെ കസ്റ്റമർക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു എന്തൊക്കെ ചെയ്യണം എന്നുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്ന് ആ ഒരു രീതിയിൽ കസ്റ്റമർ പറഞ്ഞ രീതിയിൽ തന്നെ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണിത്. വൈറ്റ് കളർ ഇന്നോവയായിരുന്നു. കസ്റ്റമർക്ക് ആകാൻ കാർണിട്ടഡ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റയ്ക്ക് പറഞ്ഞ കളർ അടിക്കാനായിരുന്നു. അതേപോലെ തന്നെ താൻ കളറിൽ ഈ ഒരു രീതിയിലുള്ള സീറ്റ് കൺഫേം ആയിട്ട് ഈ ഒരു ഡിസൈനിൽ ഒരു വ്യത്യാസം ഒന്നുമില്ലാണ്ട് ഈ ഒരു രീതിയിലുള്ള സീറ്റും കാര്യങ്ങളെല്ലാം അടിക്കാൻ കസ്റ്റമർ ആവശ്യപ്പെട്ടു. അതേപോലെ തന്നെ റൂഫ് ബ്ലാക്ക് ആയിരിക്കണം എന്നുള്ളൊരു ധാരണയുണ്ടായി. ബാക്കിൽ ബമ്പർ സ്കേർട്ട് ചില വാഹനം നമ്മളത് പ്രോത്സാഹിപ്പിക്കാറില്ല ബാക്ക് ബമ്പർ സ്കേർട്ട് ഫിറ്റ് ചെയ്യണത്. പക്ഷേ എൻ്റെ വണ്ടിക്ക് എന്തായാലും ബമ്പർ സ്കേർട്ട് വേണമെന്ന് നിർബന്ധം പറഞ്ഞു. അങ്ങനെ ഈ ഒരു വണ്ടിക്ക് ബാക്കിൽ ബമ്പർ സ്കേർട്ട് ഫിറ്റ് ചെയ്തു. ഫ്രണ്ടിൽ പ്രൊജക്ടർ ഹെഡ്, ബാക്ക് LED ടെയിലൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ ഫുള്ളായിട്ട് വണ്ടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വിൻഡോസും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ ബ്ലാക്ക് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തു. അതേപോലെ ഇന്ത്യയിൽ ഫ്ലോറ് നമ്മൾ 70 മാറ്റ് ആഡ് ചെയ്തു. ഫുള്ളും 70 മാറ്റ്, നോർമൽ മാറ്റ് ഉണ്ടായിരുന്നു സാധാരണ, അതെടുത്ത് കളഞ്ഞതിന് ശേഷം 70 മാറ്റ് ആഡ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ബമ്പറും കാര്യങ്ങളെല്ലാം ചെറിയ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബമ്പറും കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തു. സൈഡ് സ്കട്ടിങ് റീപ്ലേസ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്, റീപ്ലേസ് ചെയ്തു. അങ്ങനെ മിററുമ്പോൾ ക്രോമായിരുന്നു, അത് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റിങ് ചെയ്തിട്ട് മിറർ ക്രോം ആഡ് ചെയ്തു. ക്രോമല്ല, ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ട് അതിനുള്ള ഇൻഡിക്കേറ്റർ പാർക്ക് വരാൻ രീതിയിലുള്ള മിറർ കവർ ആഡ് ചെയ്തു. അതേപോലെ ഫില്ലേഴ്സും കാര്യങ്ങളെല്ലാം പിയാനോ ബ്ലാക്ക് അടിച്ചു. അങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഈ ഒരു വണ്ടി കസ്റ്റമർ ആഗ്രഹപ്രകാരം സെയിം എങ്ങനെ അടിക്കണം എൻ്റെ വണ്ടി, എനിക്ക് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഫോൺ കോളുകളും കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഞങ്ങൾ ഈ ഒരു വണ്ടി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ വാഷിങ് കാര്യമെല്ലാം കഴിഞ്ഞു, വാച്ച് ആപ്ലിക്കേഷൻ കഴിഞ്ഞു. നല്ല മഴ സീസണാണ്. നല്ല മഴ സീസണിലാണ് നമ്മൾ ഈ ഒരു വണ്ടി ഡെലിവറി ചെയ്യണതും. അപ്പോൾ വീഡിയോസ് നിങ്ങളിഞ്ഞ് കാണുമ്പോൾ അറിയാൻ പറ്റും മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ നിൽക്കണതൊക്കെ വണ്ടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഫുള്ളും ഷേപ്പും കാര്യങ്ങളെല്ലാം ചെയ്ത് ഫുള്ളായിട്ട് തന്നെ ഈ ഒരു വണ്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 2012 കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു വണ്ടി ഇനിയും കസ്റ്റമർക്ക് ഒരുപാട് നാൾ നല്ലൊരു ലക്ഷറി ലുക്കിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ട സീറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു മോഡൽ സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഫുള്ളായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഔട്ടർ ബോഡിയും ആരും തെറ്റും പറയാത്ത രീതിയിൽ ഇത് കണ്ട തെറ്റ് രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് നാൾ ഈ ഒരു കസ്റ്റമർക്ക് ഇനിയും ഈ ഒരു വണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ ഉറപ്പ്. അപ്പോൾ നമ്മളങ്ങനെ 2012 വണ്ടീനെ ഈ ഒരു മോഡലിലേക്ക് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലുള്ള വർക്കുകളും കാര്യങ്ങളെല്ലാം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. റേറ്റും കാര്യങ്ങളും ഞാനിപ്പോൾ പറയണില്ല, കാരണം റേറ്റും കാര്യങ്ങളൊക്കെ പലവർക്കും പല ടൈപ്പിലായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ സീറ്റിലൊക്കെ നമ്മൾ നോർമൽ വരുന്ന രീതിയിലുള്ള റേറ്റ് അല്ലായിരുന്നു, കുറച്ച് വർക്ക് ഇതിന് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം റേറ്റിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ട് ഇടയ്ക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ഞാൻ ഇട്ടിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയായി, ഇതിനൊക്കെ എത്രത്തോളം ആയി എന്നുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ഫോൺ ചെയ്തോളൂ. ഈ നമ്പർ താഴെ കാണിക്കുന്ന നമ്പറിൽ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് എത്ര രൂപയായി എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ വണ്ടിയുടെ ഫൈനൽ ഷോട്ടും കാര്യങ്ങളെല്ലാം കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക്. ഓക്കെ, പിന്നെ ഇതേപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ 2 ഗാരേജാണ്. ഒന്ന് കരുപടന്ന എന്ന് പറയുന്ന സ്ഥലത്തും തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ, ഇപ്പോൾ ഒന്ന് മാള മങ്കിടി എന്ന് പറഞ്ഞ സ്ഥലത്തും ആണ് നമ്മുടെ ഗാരേജ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി വണ്ടിയുടെ ഫൈനൽ ഷോട്ടും കാര്യങ്ങളും. But what you gon' do for it? How you gon' move for it? What you gon' be? And do you believe you can do anything? But what you gon' do for it? How you gon' move for it? What you gon' be?
die on. And this is my game to play, to claim a brand new name, oh. And I ain't gonna lie to you, I'm a bit nervous that I might screw everything up that I've ever done. But what's the point of living if you ain't having fun? I guess I'll try this, try that, might miss, gotta find what I'm good at. I guess I look here, look there, over where am I scared, where am I at? I gotta make it in this life, whatever makes me happy, know I'm doing things right. Sipping in the summer on a goose and Sprite, or find a nightclub for the end of the night, oh. And we all got dreams, we all want things, but what you gonna do for it, how you gonna move for it, what you gonna be? And do you believe we can do anything?